നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂലൈ മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലങ്ങള് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നത്. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ്. ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുമ്പോൾ കഠിനാധ്വാനത്തിനൊക്കെ ഒരു ഫലം കിട്ടുന്ന ഒരു സമയമാണ്. ജൂലൈ ആദ്യ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന ജോലികൾക്കൊക്കെ ഒരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നതാണ്. സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവർക്ക് പ്രൊമോഷന്, സ്ഥലമാറ്റമൊക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ മേന്മയുള്ള ഒരു സമയമാണ്. ദീർഘകാലമായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ ചെയ്തു മുടങ്ങിപ്പോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. പുതിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. മേലധികാരികളുടെയൊക്കെ പ്രശംസ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ബിസിനസ്സിലെ ഗണ്യമായ വർധനവ് ഉണ്ടാവുന്നതാണ്. കൃഷിപരമായിട്ട് നിങ്ങൾക്ക് മേന്മയാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഈ സമയത്തെല്ലാം നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അമിത ജോലിഭാരം ഉണ്ടാകുന്നതാണ്. അധിക ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. സ്വന്തമായിട്ട് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അധിക വരുമാനത്തിന് വേണ്ടി നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നതാണ്. ഓവർ ടൈം ഒക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. വരുമാനം സ്ഥിരമായിട്ട് വരുന്ന ഒരു രീതിയിലേക്ക് മാറുന്നതാണ്. ഒരു സ്ഥിരത വരുമാനത്തിനുണ്ടാവുന്നതാണ്. പഴയ കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടുവാനായിട്ട് സാധിക്കുന്നതാണ്. ഭൂമിയെ, വീട്, കെട്ടിടമൊക്കെ വിൽക്കുവാനോ വാങ്ങുവാനോ ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ്. ഈ സമയത്തൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിൽക്കാതെ കിടക്കുന്ന ഭൂമിയൊക്കെ വിറ്റ് പോകുന്നതാണ്. പൂർവീക സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ തീരുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ അതിൽ നിന്നുള്ള ഒരു വരുമാനം വരുവാൻ കുറച്ച് കാലതാമസം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് ക്ഷമയോടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കുന്നതുമാണ്. ചില സമയങ്ങളിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളുടെ മേൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മുതിർന്നവരെയൊക്കെ നോക്കേണ്ടതായിട്ടൊക്കെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തില് ദമ്പതിമാർ തമ്മിലോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിലോ ഉള്ള വാക്കുതർക്കം ഒഴിവാക്കുക. ചില കാര്യങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ബന്ധത്തിന് കൂടുതൽ ദൃഢത ഉണ്ടാവുന്നത്. ചില സന്താനങ്ങൾ മൂലമൊക്കെ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ അസാരസ്യങ്ങളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. ശനി 6-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രോഗശാന്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് രോഗത്തിൽ കഴിയുന്നവർക്കൊക്കെ രോഗശാന്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. വാദസംബന്ധമായിട്ടുള്ള രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാൽമുട്ടുവേദന, കൈമുട്ടുവേദനയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അമിത ജോലി കൊണ്ട് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വിനോദത്തിനോട് ഒരു സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ 10-ന് ശേഷം ഒറ്റപ്പെടല്, വിഷാദം എന്നിവയൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറുന്നതാണ്. ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതിനായിട്ട് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാലയം ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണ്. പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ജോലി മറ്റുള്ളവരെ കൂടി വിശ്വസിച്ച് അത് ഏൽപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറേണ്ടതാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ ചെയ്തു തീർക്കുന്ന ഒരു രീതിയിലേക്കാണ്. കുറച്ച് ജോലികളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതിന് തക്കതായ പ്രതിഫലം കൊടുത്ത് നിങ്ങൾ ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ള വിശ്വാസം മാറ്റിക്കളയുക. കൂടാതെ കറുപ്പ് നിറം, കടും നീല നിറം, വയലറ്റ് നിറം എന്നിവയൊക്കെ നിങ്ങൾ ധരിക്കുന്നതോ അല്ലെങ്കിൽ കൈ കരുതുന്നതോ വളരെ നല്ലതാണ്. ശനിക്ക് പ്രിയപ്പെട്ട നിറങ്ങളാണ് ഇവയൊക്കെ. ശിവഭഗവാനെയോ ശാസ്താവിനെയോ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അന്യമതസ്ഥരാണ് കാണുന്നെങ്കിൽ അവരവരുടെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. കൂടാതെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 9 തവണ അല്ലെങ്കിൽ 108 തവണ ഇനി പറയുന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ശം ശനൈശ്വരായ നമഃ. ഈ മന്ത്രം കുറച്ച് ശബ്ദത്തിൽ ജപിക്കുന്നത് നല്ലതാണ്. കൂടാതെ ജൂലൈ 10-ന് ശേഷം വലിയ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കോർട്ട് കേസ്, നിയമപ്രശ്നം എന്നിവയ്ക്കൊക്കെ നിങ്ങൾക്കൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ എല്ലാം വിജയിക്കുന്നതാണ്. രോഹിണി, മകയിരം, തിരുവാതിര നാളുകളില് പ്രത്യേക
തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂലൈ 1 മുതൽ 15 വരെ വളരെ ശുഭകരമായിട്ട് പോകുന്നതാണ്. ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.